ഇപ്പൊ അവിടെ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. ഈ കുളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോസ്കോഡും വന്നില്ല, ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല, കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒരു സാധാരണ അപകടം എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു സാധ്യത കൂടി പോലീസ് ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു രണ്ട് സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് റോഡാണ്, റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന് പരിസരമൊക്കെ? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം ഒരു ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്, ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം പട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മൾ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം. അത് തന്നെയാണ് സേതു. സുമേഷ് അച്യുതനാണ്, ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനാണ്. അദ്ദേഹമാണ് അത് പ്രതികരിച്ചത്. ഇതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു കുളമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലുള്ള ആ കുളങ്ങൾക്ക് പോലുള്ളതല്ല. ഇതിവിടെ ആൾ സഞ്ചാരമുള്ളതാണ്. ആളുകൾ വന്ന് കുളിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇന്നലെ വൈകിട്ടും ഇവിടെ ഈ കുളത്തിൽ ആളുകൾ വന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ അതിനു മുമ്പ് ആളുകൾ വന്ന് ഇറങ്ങുന്ന സ്ഥലം സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങളും മറ്റ് ഓട്ടോറിക്ഷകളും എല്ലാം പതിവായി പോകുന്ന ആളുകൾ നടന്നു പോകുന്ന ഇടം. ഇത് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയരികിലുള്ള ഒരു വലിയ കുളമാണ്. ആ കുളത്തിൽ നിന്നാണ് ഈ മൃതദേഹം കുഞ്ഞിൻ്റെ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. എന്തായാലും അതിനകത്ത് അതാണ് ഇപ്പോൾ സുമേഷ് അച്യുതൻ തന്നെ പറയുന്നത്. അത് ഒരു ആ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ചില സംശയങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, നാട്ടുകാർക്കാകെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവയെല്ലാം സംശയത്തിന് ആധാരമായിട്ട് കുറച്ച് മുൻപ് ഈ വെള്ളത്തിന്റെ സാമ്പിളുകളൊക്കെ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത് കണ്ടിരുന്നു. എന്താ നാട്ടുകാർ പറയുന്നത്? എന്താ സേതു, ഈ കുളം ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ കുളം റോഡ് അരികിലാണ്. പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഈ നാട്ടിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടാറിട്ട റോഡൊക്കെ തന്നെയാണ്. അതിനകത്ത് പതിവായി ഇരുചക്ര വാഹനങ്ങൾ പോകുന്നുണ്ട്, ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട്, ആളുകൾ നടന്നു പോകുന്ന ഇടമാണ്. ഇത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവിടെ ആളുകൾ വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഏത് സമയത്തും ആൾ സഞ്ചാരമുള്ള അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ച ഉള്ള ഒരു ഇടമാണ്. ആ സ്ഥലത്തേക്ക് ഈ കുഞ്ഞ് വരുന്നത് ആരും കണ്ടിട്ടില്ല, ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. ഈ കുഞ്ഞ് നടന്നു വരുന്ന വഴികൾ അല്ലെങ്കിൽ ഈ കുളത്തിന് സമീപത്തുള്ള റോഡുകളാണ്. ഈ റോഡരികിൽ വീടുകളുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന വാഹനങ്ങൾ പോകുന്ന ഇടങ്ങളൊക്കെയാണ്. ഒക്കെ ഈ നാട്ടുകാരാണ്, ഈ പ്രദേശവാസികളാണ്. പുറത്തുനിന്നുള്ളവരൊന്നും ഉള്ള ഒരു ഇടമല്ല ഇത്. ഈ പ്രദേശവാസികൾ തന്നെ പതിവായി സഞ്ചരിക്കുന്ന ഒരിടമാണ്. ആ ഇടത്തിലാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം ഒരു പൊതുകുളത്തിൽ, റോഡരികിലുള്ള ഒരു പ്രധാനപ്പെട്ട കുളത്തിൽ തന്നെ കാണുന്നത്. പോലീസ് നായ ഇന്നലെ വന്ന് നിന്ന ഇടവും അതുപോലെ തന്നെ മറ്റു കുളമെല്ലാം ആമ്പൽ നിറഞ്ഞതും ഒപ്പം തന്നെ താമര കൃഷി നടത്തുന്നതും ഒക്കെയാണ്. അവിടെയൊക്കെ പരിശോധിച്ചെങ്കിൽ അത് ഒരു ഒറ്റപ്പെട്ട ഇടങ്ങളാണ്, വയലുകൾക്ക് ഇടയിലുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളാണ്. അത്ര പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ പോകുന്നൊരിടമല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ ഈ കുളം. അതാണ് ഇപ്പോൾ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അതിനകത്ത് വിശദമായ ഒരു പരിശോധന വേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. എന്തായാലും പോലീസ് അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നാട്ടുകാർക്ക് ഇത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ, ഒരു നഗരസഭാ ചെയർമാൻ ഇത്തരത്തിലൊരു സംശയം വരുന്നുണ്ടെങ്കിൽ അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ കുഞ്ഞിന്റെ ഒരു തിരച്ചിൽ ദീർഘനേരത്തെ ഒരു തിരച്ചിലായിരുന്നു. ആ തിരച്ചിൽ വിവിധ ഇടങ്ങളിൽ ആ കുഞ്ഞുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അവരൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ ഒരു റോഡരികിലുള്ള ഒരു വലിയ ഒരു പൊതുകുളത്തിൽ ഒരു സ്ഥിരമായി എല്ലാവരും കുളിക്കുന്ന ഒരിടം കൂടിയാണ് ആ കുളം. ആ കുളത്തിൽ നിന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി അതിൽ ഇപ്പോൾ ചില സംശയങ്ങളും കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. അതൊരു നാട്ടുകാരുടെ സ്വാഭാവിക സംശയം മാത്രമാണ്. എന്തായാലും അതിൽ വിശദമായ ഒരു പരിശോധന, ഒരു അന്വേഷണം നടത്തേണ്ടത് ഉണ്ട്. സേതു, ശാന്തകുമാർ, ഇപ്പോൾ കുഞ്ഞിന്റെ ശരീരം അത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് നടപടിക്രമങ്ങൾ? ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് തന്നെയാണോ?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസിന്റെ അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടത് ഇനി ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ കുഞ്ഞ് മരിക്കാനുണ്ടായ സാഹചര്യം, മരിച്ചത് എങ്ങനെയെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയാണ് വ്യക്തമാവുള്ളൂ. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു കുളത്തിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാം വിശദമായി പരിശോധന നടത്തേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അത് തന്നെയാണ് പോലീസിനും ആ കാര്യത്തിൽ വിശദമായി പരിശോധന നടത്താൻ കഴിയുക. എന്തായാലും മൃതദേഹം ഇപ്പോൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയുമുള്ളൂ. ഒരുപാട് പ്രേക്ഷകരെ, ചിറ്റൂർ എരുമങ്കോട് കാണാതായ 6 വയസ്സുകാരൻ്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ കഴിഞ്ഞ 20 മണിക്കൂറുകളായി അവിടെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ തിരച്ചിലൊക്കെയും ഈ വിഫലമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ശുഭപ്രതീക്ഷയോടെയാണ് ആ ഒരു കുടുംബം ഇരുന്നത്. ഒരു നല്ലൊരു വാർത്ത കിട്ടും, തങ്ങളുടെ പൊന്നുമകനെ അതേപോലെ തന്നെ ആരോഗ്യവാനായി തിരികെ കിട്ടുമെന്നായിരുന്നു ആ കുടുംബം വിചാരിച്ചത്. പക്ഷേ കുഞ്ഞിൻ്റെ മൃതദേഹമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുട്ടി ഇനി അറിയേണ്ടത് ഈ മരണം അത് അസ്വാഭാവികമാണോ അതോ ഈ മുങ്ങി മരണമാണോ, എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. നാട്ടുകാർ ചില ആശങ്കകൾ കൂടി അറിയിക്കുന്നുണ്ട്, ചില സംശയങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ആ റിപ്പോർട്ടൊക്കെ വരുന്നത് ഏറെ നിർണായകവുമാവും. ഇന്നലെ ഉച്ചയ്ക്ക് 11:30-12 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വീട്ടുകാർ. പിന്നീടും കുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷവും കാണാതായ ഘട്ടത്തിലാണ് അവർ പോലീസിന്റെ സഹായം തേടിയതും പിന്നീട് നമ്മൾ ഈ കണ്ട 10-20 മണിക്കൂർ നീണ്ട ദൗത്യം നടക്കുന്നതും. പിന്നെ ഏറ്റവും ഒടുവിൽ സങ്കടകരമായ വാർത്ത വന്നു, കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ശാന്തകുമാർ, ഇപ്പം നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇപ്പം നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അടക്കം ദുരൂഹതകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദുരൂഹതകൾ ഉന്നയിക്കണമെങ്കിൽ ഇവർ ഈ കഴിഞ്ഞ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന് മുൻപ് തന്നെ ഈ ദൗത്യം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. നമുക്ക് അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണോ ഇപ്പോഴും, അതോ മറിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും ഈ CCTVകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇപ്പം ഇതൊരു ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മളിപ്പം ഇന്നലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഈ വയലും അതേപോലെ തന്നെ പാടങ്ങളും നിരന്ന പാടങ്ങളും വിജനമായ കുറേ സ്ഥലങ്ങൾ, കുളങ്ങളൊക്കെയുമുള്ള ഒരു ഗ്രാമപ്രദേശമാണത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ദുരൂഹതകൾ ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്. ദുരൂഹത ആരോപിക്കപ്പെടുമ്പോൾ അത് നാട്ടുകാരുടെ അത്തരം ദുരൂഹതകൾ ചില സംശയങ്ങൾ ഉളവാക്കുന്നത് തന്നെയാണ് സേതു. കാരണം ഇത് ഇപ്പോൾ കാണുന്ന ഈ വലിയ കുളം, ഈ കുളത്തിന് ഇപ്പുറത്തെ റോഡാണ്. റോഡിന് ഏകദേശം സൈഡിലൂടെ ഒരു വലിയ തോടുണ്ട്. ഈ തോട്ടിലൂടെ കനാലിൽ നിന്നും ഈ ഡാമിൽ നിന്നും തുറക്കുന്ന വെള്ളം കൃഷി സ്ഥലത്തേക്കും ഈ കുളത്തിലേക്കും എല്ലാം വരുന്ന ഇടമാണ്. ഈ തോട് ചാടി കിടന്നിട്ട് വേണം ഈ കുഞ്ഞിനെ അങ്ങോട്ട് പോകാൻ. ഒരു 6 വയസ്സുകാരന് അത്ര എളുപ്പത്തിൽ ചാടി കടക്കാൻ കഴിയുന്ന ഒരു തോടല്ലാതെ ഈ കുളത്തിന് ചുറ്റും ഏകദേശം 3 ഭാഗവും ഇതുപോലെ ഈ തോടുണ്ട്. ഈ റോഡിനരികിലൂടെ ഈ തോടുണ്ട്. തൊട്ട് അപ്പുറത്ത് കുറ്റിക്കാടുകളാണ്, ചില മറ്റ് സ്വകാര്യ വളപ്പുകളാണ്. അവിടെ മരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് കുഞ്ഞിനെ ആ വഴിക്ക് വരുന്നതിനുള്ള സാഹചര്യമൊക്കെ വളരെ കുറവാണ്. ആകെ സാധ്യതയുള്ളത് കുഞ്ഞിനെ ഈ കുളത്തിനടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഈ തോടിന് കുറുകെ ചില ചെറിയ പാലങ്ങളുണ്ട്. വളരെ ചെറുതാണ്. ആ പാലങ്ങൾക്ക് കടന്നിട്ട് വേണം കുഞ്ഞിനെ ഇങ്ങോട്ട് എത്താൻ. ഇത് എങ്ങനെ എത്തി, ഈ കുഞ്ഞ് ഈ കുളത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആശങ്കകൾ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇനിയിപ്പം പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയുന്ന ഘട്ടത്തിലാകും മനസ്സിലാവുക ഇതിപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത്രമേൽ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു കൊച്ചു മോനല്ലേ, ചെറിയ കുട്ടി, 6 വയസ്സുള്ള ചെറിയ കുഞ്ഞാണ്. അതിനെ കണ്ടെത്തുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ ഒരു കുടുംബത്തെയാണ് തേടി ഈ ഒരു ദുരന്ത വാർത്ത എത്തുന്നത്.